നമസ്കാരം. സക്സസ് മന്ത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വീട്ടിൽ കറിവേപ്പിലുണ്ടോ? എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അതിശയകരമായ ചില കാര്യങ്ങളുണ്ട്. വെറുമൊരു പാചകക്കൂട്ടല്ല കറിവേപ്പില, അതൊരു മഹാ അത്ഭുതമാണ്. നിങ്ങളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി മാറ്റി സമ്പത്തും സമാധാനവും കൊണ്ടുവരാൻ കറിവേപ്പിലേക്ക് എങ്ങനെ സാധിക്കുമെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു. നമ്മുടെ പൂർവികർ കറിവേപ്പിലയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. വാസ്തുശാസ്ത്രപ്രകാരം കറിവേപ്പില വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് സ്വത്തുക്കൾ നഷ്ടപ്പെടില്ല എന്ന് പറയപ്പെടുന്നു. ഇത് വീട്ടിലെ നിലച്ചുപോയ ധനപ്രവാഹം വീണ്ടും ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നാണ്. കറിവേപ്പില ചെടി എത്രത്തോളം പച്ചപ്പോടെ വളരുന്നുവോ അത്രത്തോളം നിങ്ങളുടെ വരുമാനവും വർദ്ധിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കറിവേപ്പില ഒരു സംരക്ഷണ കവചമായും പ്രവർത്തിക്കുന്നു. വായുവിലെ വിഷവാതകങ്ങളെയും ദോഷകരമായ വൈറസുകളെയും നശിപ്പിച്ച് വീടിനുള്ളിൽ ശുദ്ധമായ ഊർജ്ജം നിറയ്ക്കാൻ ഇതിന് സാധിക്കും. കൂടാതെ വീട്ടിലേക്ക് വരുന്ന ദുശ്ശക്തികളെയോ നെഗറ്റീവ് ഊർജ്ജത്തെയോ തടഞ്ഞ് ആ പ്രദേശം പരിശുദ്ധമാക്കാൻ കറിവേപ്പിലയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാൻ കറിവേപ്പിലയുടെ സുഗന്ധം സഹായിക്കും. ഇത് തലച്ചോറിലെ ഞരമ്പുകളെ ശാന്തമാക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ടെലിപ്പതി പോലുള്ള വിദ്യകൾ ചെയ്യുന്നതിന് മുൻപ് മനസ്സ് ശാന്തമാകാൻ കറിവേപ്പിലയുടെ സാന്നിധ്യം ഗുണകരമാണ്. കറിവേപ്പില പോസിറ്റീവ് എനർജി നൽകുന്നുണ്ടെങ്കിലും ചില ചെടികൾ അബദ്ധവശാൽ പോലും വീടിനടുത്ത് വളർത്തരുത്. അതിലൊന്നാണ് പുളിമരം. പുളിമരം ഇത് ദുഷ്ടശക്തികളെ ആകർഷിക്കുമെന്ന് പറയപ്പെടുന്നു. പപ്പായ. വാസ്തുശാസ്ത്രപ്രകാരം പപ്പായ മരം വീടിനടുത്ത് വളർത്തുന്നത് ഐശ്വര്യം നഷ്ടപ്പെടാൻ കാരണമായേക്കാം. അരയാൽ. വീട്ടിൽ അരയാൽ മരം മുളയ്ക്കുന്നത് സമ്പത്ത് നശിക്കാനിടയാക്കും. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ കറിവേപ്പിലയില്ലെങ്കിൽ ഇന്ന് തന്നെ ഒരു ചെറിയ ചട്ടിയിലെങ്കിലും അത് വളർത്താൻ ശ്രമിക്കുക. ഭക്തിയോടെയും വിശ്വാസത്തോടെയും അതിനെ പരിപാലിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലും പച്ചപ്പും സന്തോഷവും നിറയും. ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹത്തിനായി താഴെ താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യുക. സക്സസ് മന്ത്ര സബ്സ്ക്രൈബ് ചെയ്ത് ഈ പോസിറ്റീവ് എനർജിയിൽ പങ്കാളികളാകൂ. നന്ദി, നമസ്കാരം.